കാച്ചിട്ട് പിന്നെന്ത് ചെയ്തു? പിറ്റേ ദിവസം വരെ ഞാനത് ചൂടാറാൻ വേണ്ടി വെച്ചു. അടപ്പ് വെച്ചൊന്നും അടയ്ക്കരുത്, ഒരു തരി വെള്ളം പോലും അറിയാതെ പോലെ അതിനടുത്ത് പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് മുറിയുടെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ടാണ് ഞാൻ വെച്ചത്. പിറ്റേ ദിവസം ഒരു തരി ഈർപ്പമില്ലാത്ത കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് വന്നു. ആദ്യം ഉരുളി ഒന്ന് ചെരിച്ചു വെച്ച് മുകളിൽ വന്ന എണ്ണ എടുത്ത് കുപ്പിക്കകത്താക്കി. ഇവിടുത്തെ ബാൽക്കണിയിൽ വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ബാൽക്കണിയിൽ വെയിലത്താണ് ജാറ് കൊണ്ടുപോയി വെച്ച് ഉണക്കിയെടുത്തത്. പിന്നെ പല രീതിയിൽ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് എണ്ണ ഊറ്റി കുപ്പിക്കകത്താക്കലായി. മുകളിലുള്ള എണ്ണ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ക്ലോത്ത് എടുത്തിട്ട് വന്ന് അരിച്ചെടുത്തിട്ട് എണ്ണ ഒഴിക്കാൻ തുടങ്ങി. പണ്ട് എന്റെ അമ്മ ഞങ്ങൾ എണ്ണ തേക്കുന്ന സമയത്ത് ഒരു തരി എണ്ണ താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചെന്ന് പറയായിരുന്നു. അന്ന് എനിക്ക് വില മനസ്സിലായില്ല, ഇപ്പൊ എനിക്ക് വില നല്ലോണം മനസ്സിലാവുന്നുണ്ട്. വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യത്തിന്റെ കിടപ്പുവശങ്ങൾ. അത് അരിച്ചെടുക്കാൻ കുറച്ച് അധികം കഷ്ടപ്പാടുണ്ട്. ആദ്യത്തെ കുറച്ച് അരിച്ചെടുക്കാനുള്ളത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് മിക്സിക്കകത്തിട്ട് അടിക്കാന്ന് വിചാരിച്ച് മിക്സിക്കകത്ത് അടിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അടിച്ചു വന്നു കഴിഞ്ഞിട്ട് അരിച്ചു നോക്കുമ്പോൾ എനിക്കത് അരിക്കുന്നത് അത്ര സംതൃപ്തി വന്നില്ല. എന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, മിക്സിയിൽ അടിച്ചിട്ട് അത് അരിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് കുഴമ്പ് പോലെയാണ് അത് ബോട്ടിലിൽ ഉണ്ടാവുക. അത് കുറച്ച് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും. പക്ഷെ ഞാൻ മിക്സി അടിക്കുന്നത് നിർത്തി പിഴിയാൻ തുടങ്ങി. ആർട്ടിസ്റ്റ് ബേബി പറഞ്ഞതുപോലെ എന്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചീത്ത വിളിക്കായിരുന്നു. എണ്ണ പിഴിഞ്ഞ് അവസാനം ഞാനും കുറെ എണ്ണ വാരി തേച്ചു. വീട്ടിൽ എണ്ണ കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് വീട് മൊത്തം എണ്ണയുടെ മണമായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് മൊത്തം ഇപ്പൊ നല്ല എണ്ണ മണമായിട്ടുണ്ട്. അങ്ങനെ എന്റെ കുറച്ചധികം സമയത്ത് കഠിന പ്രയത്നത്തിനൊടുവിൽ ഒരു വിധം അത് അവസാനിപ്പിച്ചു. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ എണ്ണ കിട്ടിയല്ലോ, അത് മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തരി ഈർപ്പം പാടില്ല, കാർച്ചു പോവും.